കേസ് ഒതുക്കാൻ 2 കോടി രൂപ കൈക്കൂലി. 2 ED ഏജന്റുമാർ വിജിലൻസ് പിടിയിൽ. കൈക്കൂലിക്കും ഏജന്റുമാരുണ്ടല്ലോ, അറിയാലോ. ഒന്ന് ഓർത്തു നോക്കുക, 2 കോടി രൂപയോ? ഒരു ശരാശരി ഇന്ത്യക്കാരന് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത എമൗണ്ടാണ് 2 കോടി രൂപ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലേ? ശരിക്കും നമ്മൾ പറയാറുണ്ട്, സമ്പത്തുള്ളവരും അല്ലെങ്കിൽ ഉന്നതങ്ങളിൽ പിടിപാടുള്ളവരും ജീവിക്കാൻ പറ്റിയ ഒരു രാജ്യമാണ് ഇന്ത്യ, അല്ലേ? സാധാരണക്കാരൻ ഓർത്തു നോക്കുക, ഇതുപോലത്തെ കേസിൽ ED വരുന്നു, പൊക്കുന്നു, വാർത്താമാധ്യമങ്ങൾ 2-3 ദിവസം ഭയങ്കര വാർത്ത, അതിനുശേഷം ഒന്നുമില്ല. അപ്പം ഇതാണ് ഇതിൻ്റെ ഗുട്ടൻസ്, അല്ലേ? ശരിയാണ്. സാധാരണക്കാരനാണെങ്കിലോ എന്നാ മാതിരി വാർത്ത, അവസാനം അവനോട് കിടപ്പ് തന്നെ, അല്ല വേറൊരു നിവൃത്തിയില്ല, അവന് കാശുമില്ല, കോടിയില്ല. ശരിക്കും പറഞ്ഞാൽ വളരെ മോശം. എന്താ ചെയ്യാം? വേറൊരു വാർത്തയിൽ ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടതേ, 25 ലക്ഷം രൂപ കൈക്കൂലി. എന്തിനാന്ന് പറയട്ടെ, സ്വന്തം സഹപ്രവർത്തകയെ തിരുവനന്തപുരത്താണ് ബലാത്സംഗം ചെയ്ത SIക്ക് ആ കേസ് നൊറുക്കി ചേർ കൂടെയുള്ള ആൾക്കാർ തന്നെ 25 ലക്ഷം രൂപ കൈക്കൂലി വെച്ച് നൊറുക്കി തീർക്കാൻ. നോർത്തേക്ക് സ്വന്തം സഹപ്രവർത്തകയെ ബലാത്സംഗം ചെയ്ത ആൾക്കാരിൽ വരെയും കൈക്കൂലി വാങ്ങിക്കാൻ തയ്യാറായി. ഇവരൊക്കെ മനസ്സെന്തായിരിക്കും? ഗവൺമെൻറ് ജോലി കിട്ടിയിട്ട് വേണം കൈക്കൂലി വാങ്ങാൻ. ഈ രാജ്യമൊന്നും എനിക്ക് തോന്നുന്നില്ല. പണ്ടൊരു മന്ത്രി പറഞ്ഞ പോലെ, ഒരു മന്ത്രി നന്നായിട്ട് കാര്യമില്ല, ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ നന്നാവണം. അതൊരിക്കലും നന്നാവാനും പോലുള്ള. എങ്ങനെ ജീവിക്കും എൻ്റെ പൊന്നോ? ഈ ശാപം കിട്ടിയ മുതലുകൊണ്ടൊക്കെ ഇമാർ അങ്ങനെ EDയും കരപ്പുറത്തായി.